നമുക്കിന്ന് വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ABC ജ്യൂസ് ഉണ്ടാക്കിയാലോ? ബോഡി ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ABC ജ്യൂസ് എന്ന് പറയുന്നത്. അതിനായി ഞാൻ 1 കിലോ ക്യാരറ്റ്, 1 കിലോ ബീട്രൂട്ട്, 1 കിലോ ആപ്പിൾ എന്നാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് 2 ക്യാരറ്റും 2 ആപ്പിളും അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. അതിനായി ഞാൻ ആദ്യമേ ബീട്രൂട്ടും ക്യാരറ്റും നന്നായി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ശേഷം കഴുകി വെച്ചിരുന്ന ആപ്പിളും കൂടെ തൊലി ചെത്തി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് അടിക്കാനുള്ളതായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് ഞാൻ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഞാനിത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം അരച്ചെടുത്ത് ഈ പേസ്റ്റ് ചെയ്ത് ഞാൻ ജ്യൂസ് മാത്രം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്കത് അരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫൈൻ പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അരിപ്പിലൂടെ അരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നിന്ന് ഫുൾ ജ്യൂസും സ്ക്യൂസ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ കുറച്ച് ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് വച്ചിട്ട് ബാക്കി ഫുൾ പേസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ സ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പേസ്റ്റ് ഫോമിലുള്ളത് തന്നെ ഞാനൊരു സിലിക്കൺ ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് ഫ്രീസ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാനായതുകൊണ്ട് ഞാൻ ഫ്രീസ് ചെയ്തെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ആ പേസ്റ്റായിട്ടുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി വന്ന ലിക്വിഡിൽ കിട്ടിയ ജ്യൂസായിട്ടുള്ളത് ഞാൻ വേറൊരു ട്രേയിൽ ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നാളെ മോർണിംഗ് തൊട്ട് ഞാനത് ഉപയോഗിച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും അറിയിക്കണതാണ്. അതിനായി നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.